ഫസ്റ്റ് ആയിട്ട് നമ്മൾ ലോങ് പോയത് മണാലിയ. ഹലോ ഗായ്സ്, നമ്മള് മണാലിയിലേക്ക് ഒളിച്ചോടാൻ പോവാണ്. ഈ ഒളിച്ചോടാനുള്ള പൈസയൊക്കെ എങ്ങനെയാണ് ശരിക്കും? ഞാൻ കൊളാബറേഷൻസ് ചെയ്തിട്ട് ഓൺ ചെയ്യും. പിന്നെ ഇവനും ജോലിക്ക് പോയിട്ട് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടേനും ഞാൻ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകുന്നത്. പിന്നെ അത് സീരീസ് ആയി തന്നെയല്ലേ. മണാലി ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കുറെ കാണാൻ ഉള്ളത് മണാലിയാണ്. ഈ ഷോപ്പിംഗ് ക്രേസ് ഉള്ളവർക്ക് ഡൽഹിയാണ് ബെസ്റ്റ് പ്ലേസ്. ആലിവിന്റെ ആ ഒരു സംഭവത്തിനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ കൂടുതൽ റൊമാൻറ്റിക് ആരായിരിക്കും? യെസ്, ഓനെ CBSE പഠിച്ചത്. CBSE പൊട്ടിക്കട. നിങ്ങൾ പഠിച്ചോണ്ടിരിക്കുവാണോ? എന്താണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? രണ്ടാളും പഠിക്കാണ്, ഡിഗ്രി. അപ്പൊ ഭയങ്കര ഒരു സ്ലോ മോർണിംഗ് കീപ്പ് ചെയ്യുന്ന ഒരാളാ. അപ്പൊ ഉറങ്ങി എണീച്ചാൽ മെല്ലെ ഒന്ന് മാറ്റി മെല്ലെ ഫുഡ് കഴിച്ച് മെല്ലെ ഇറങ്ങി അങ്ങനെ ഒരു നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിന്റെ ഫ്രണ്ടാണ്. ആദ്യം നമ്മൾ ആ രീതിക്ക് എപ്പോഴും ഫ്രണ്ട്സ് ആയി നിന്നിട്ട് കാര്യമില്ലല്ലോ. മറ്റേ ബെസ്റ്റ് ആയി പോവല്ലോ. രാവിലെ പറഞ്ഞൊരു കാര്യം പറയാനുണ്ട്. ഐ ലവ് യു. താങ്ക് യു അല്ല പറയണ്ടേ. അപ്പൊ ഞാൻ ശരിക്കും ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ പഠിക്കുവാണെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 19 ആവാന്. അല്ല, അങ്ക് 20 ആവാന്. ജൂലൈയില് 19. ഇതിലാരാ കൂടുതൽ പൊസസീവ് ആരായിരിക്കും? ഒരു റിലേഷൻ ആയാലും പൊസസീവ്നെസ് ഒക്കെ എന്തായാലും ഉണ്ടാവില്ല. അതില്ലെങ്കിൽ പിന്നെ ഐ ഡോണ്ട് കെയർ, ആ ഒരു മൈൻഡിലായിരിക്കും എല്ലാവരും. എങ്ങനെ നടന്ന ചെക്കന ഇപ്പൊ കണ്ടില്ല എന്നുള്ള വികാരമില്ലാത്ത പോലാക്കെ. തന്നെ അയ്യോ, അങ്ങനൊന്നും വിളിക്കല്ലേ. അങ്ങനൊന്നും വിളിക്കലില്ല. ഐ ലവ് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ 2 ക്യൂട്ട് ഗസ്റ്റ് ആണ് എത്തിയിരിക്കുന്നത്. ആരൊക്കെയാണെന്നല്ലേ? റെന ഫാത്തിമയും ആലിവും. ഹലോ, വെൽക്കം. ഒളിച്ചോട്ടമൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണെന്നല്ലേ? സമാധാനമായിട്ട് എത്തിയിരിക്കുന്നു. അതെ, സേഫ് ആയിട്ട് സമാധാനം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒളിച്ചോടുന്ന ആൾക്കാരാണ് ട്രിപ്പായിട്ട്. അപ്പം അടുത്ത ഒളിച്ചോട്ടം പ്ലാനിങ്ങിലുണ്ടോ? പ്ലാനിങ് ഉറപ്പായിട്ടില്ല. ശരിക്കും നിങ്ങൾ ഈ ടൂർ പാക്കേജ് ഒക്കെ എടുത്താണോ, അല്ലെങ്കിൽ ഗൈഡിനെ ഒക്കെ വെച്ചിട്ടാണോ? ശരിക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടോ അവിടെ ചെല്ലുമ്പോഴോ? ഞങ്ങൾക്ക് ഇത് കൊളാബായിട്ടാ കിട്ടിയത്. മണാലി ട്രിപ്പ്. ഇപ്പൊ ഡൽഹി വരെ നമ്മൾ പോയിട്ട് ഡൽഹിയിൽ അങ്ങോട്ടേക്ക് ഒരു പാക്കേജ് പോലെ തന്നെ അവര് കൊണ്ടുപോയി തിരിച്ച് ഡൽഹി വരെ അവരുണ്ടാവും. അവിടെ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ 2 ദിവസം സ്പെൻഡ് ചെയ്ത് പിന്നെ നാട്ടിലേക്ക് നമ്മൾ തന്നെ. എന്ന് തൊട്ട് തുടങ്ങി ഈ ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോണം? വളരെ യങ് ഏജ് ആണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ് അല്ലേ? അപ്പൊ എന്ന് തുടങ്ങി നിങ്ങൾക്ക് ഇങ്ങനെ പോവണം എന്നൊക്കെ? ഒരു ഫസ്റ്റ് ആയിട്ട് നമ്മൾ ലോങ് പോയത് മണാലിയ. പിന്നെ ബാംഗ്ലൂര്, കൊച്ചി, ട്രിവാൻഡ്രം ഇങ്ങനെ ഷൂട്ടിനൊക്കെ പോകലുണ്ട്. അല്ലാതെ ട്രിപ്പിനായിട്ട് പോയല്ല, ഷൂട്ടിനായിട്ട് പോകലുണ്ട് ഒരുമിച്ച്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ബോക്സിലാണെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രദറും സിസ്റ്ററും ആണോ? എന്താണ്? കുറെ ആൾക്കാർക്ക് ബ്രദറും സിസ്റ്ററും ആണോ, സിബ്ലിങ്സ് മറ്റേത് കസിൻസ് ആണോ, അങ്ങനെ കുറെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അത് എന്താ വെച്ചാൽ നമ്മള് ഫേസ് കാണാൻ കുറച്ച് ഒരേപോലെ ഉണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരേപോലെ ഉണ്ട്. എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാണാൻ ഒരുപോലെ ഇരിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് കുറെ ആൾക്ക് ഡൗട്ടാ. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടേനും ഞാൻ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകുന്നത്. പിന്നെ അത് സീരീസ് ആയി തന്നെയല്ലേ. അപ്പൊ ചില ആൾക്കാർ കാണുമ്പോ മനസ്സിലാവില്ല. അപ്പൊ അവരിങ്ങനെ ചോദിക്കും. അപ്പൊ അതിന് കമന്റ് വേറെ ആൾക്കാരെന്നെ റിപ്ലൈ കൊടുക്കും, ബോയ് ഫ്രണ്ട് ആണ് പറഞ്ഞിട്ട്. സീരിയസ് ആയിട്ട് ആരും എടുത്തിരുന്നില്ല, ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടും പിന്നെ ഓർത്തു അങ്ങനെ നിങ്ങൾ റീൽ ഇട്ടോണ്ടിരുന്നതല്ലേ? ഈ ഒളിച്ചോടാനുള്ള പൈസയൊക്കെ എങ്ങനെയാണ് ശരിക്കും? ഞാന് കൊളാബറേഷൻസ് ചെയ്തിട്ട് ഓൺ ചെയ്യും. പിന്നെ ഇവനും ജോലിക്ക് പോയിട്ട് ഇപ്പം പോകാനില്ല. ആദ്യം പോകുന്നത് അങ്ങനെ രണ്ടാളും എടുത്ത് സേവ് ചെയ്തിട്ട് ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടോ ആലിബ്? നിങ്ങൾ പഠിച്ചോണ്ടിരിക്കുവാണോ? എന്താണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? രണ്ടാളും പഠിക്കാണ്, ഡിഗ്രി ചെയ്തോണ്ടിരിക്കുകയാണ്. എവിടാണ് പഠിക്കുന്നത്? ഞാൻ സ്കൈഫോർഡില് BBA Aviation പഠിക്കുന്നത്. ഞാന് സിൻഡർബേ ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടെ ഇന്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇല്ലേ, ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കൊളാബായിട്ട് മണാലി പോയി, ഡൽഹി പോയി, നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതായിരിക്കും? അല്ലെ ഏറ്റവും എക്സ്പ്ലോർ ചെയ്തത്? മണാലി ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കുറെ കാണാൻ ഉള്ളത് മണാലിയാണ്. ഈ ഷോപ്പിംഗ് ക്രേസ് ഉള്ളവർക്ക് ഡൽഹിയാണ്
ബെസ്റ്റ് പ്ലേസ് അപ്പൊ എനിക്ക് കൂടുതലും ചോദിച്ചാൽ ഡൽഹിയാണ് ഞാൻ പറയാ. ബിക്കോസ് എനിക്ക് അവിടെ ഭയങ്കര ഷോപ്പിംഗ്, കുറെ ഷോപ്പ് ചെയ്യാനുള്ള കുറെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് പിന്നെ എനിക്ക് പിന്നെ മറ്റേ ഈ കാട് കയറും മല കയറാ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ ഒരു മൂടാ. മണാലി ആ ഒരു സൈഡാ. ഷോപ്പിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണെങ്കിലും 2 ബാഗും കൊണ്ടൊക്കെ രണ്ടുപേര് പോകുന്നു. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേനും കുറെ ബാഗൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കണേ? അവിടെ ഭയങ്കര വില കുറവാ ഡ്രസ്സിന്, ഭയങ്കര ചീപ്പാ. ലൈക്ക് ഇപ്പൊ ചേച്ചി വേറെ ഇത് ഈ ഒരു ടോപ്പിനൊക്കെ 20 rupees ഒക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ ലൈക്ക് അതിട്ടാല് ഭയങ്കര പക്ക ലക്ഷറിയസ് ലുക്ക് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ അവിടെ വാങ്ങിട്ട്, പക്ഷെ വീഡിയോ ചെയ്തതിനെ കൊണ്ട് എല്ലാരും അറിഞ്ഞു അവിടെ ഡ്രസ്. കുറെ ഫോട്ടോകൾ ഇവർ ഇടുന്നുണ്ട്. ഓരോ ദിവസവും ഇവരുടെ ഫോട്ടോഷൂട്ടുകളും ഭയങ്കര വൈറൽ. അവിടുന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഇട്ടിട്ട് 30, 50, 70 പറഞ്ഞിങ്ങനെ ഓരോ ചെറിയ ചെറിയ റേറ്റിലാണ് വാങ്ങിച്ച് ഇടും, ഫോട്ടോ ഇടും. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ തോന്നുമ്പോഴും ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്കാണോ പോവാൻ വേണ്ടിട്ട്? പോയത് അപ്പം പോയതല്ലേ, എന്തായാലും അവിടം വരെ പോയതല്ലേ, കൈമിഷി വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബാഗ് അറച്ചും ഡ്രസ്സായിട്ട് വന്നു. ഇപ്പം റെനയുടെ വീഡിയോസിലെല്ലാം റെനയുടെ വോയിസ് ഓവറിലാണ് റീൽസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും വരുന്നത്. അപ്പൊ വോയിസ് ഓവറിലാണെങ്കിലും സ്ലാങ് ആണെങ്കിലും ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് എന്തായിരിക്കും കമന്റ്സ് കാര്യങ്ങളൊക്കെ വരാറ്? എന്റെ സ്ലാങ് ഞാൻ ആദ്യം പക്ക മലയാളത്തിലാണ് ചെയ്തത്, കാരണം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലേ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത്, അപ്പം ചില ആൾക്കാർ പറഞ്ഞു ലൈക്ക് സ്വന്തം വോയിസ് തന്നെ ചെയ്ത് നോക്ക്, നല്ല എൻഗേജിങ് ആയിരിക്കും. പിന്നെ കുറെ ഓൺ വോയിസ് ചെയ്യുന്ന കുറെ വ്ളോഗേഴ്സ് വന്ന്, അങ്ങനെ പിന്നെ ലൈക്ക് അത് കണ്ട് എനിക്കും കൂടി അങ്ങനെ ഒന്ന് ചെയ്താലോ. ലൈക്ക് ഞാൻ കോഴിക്കോടല്ല, അപ്പൊ എനിക്ക് ഒരു ഇന്റേതായിട്ടുള്ള ഒരു സ്ലാങ് ഇല്ലേ, അപ്പൊ ആ സ്ലാങ്ങിൽ വെറുതെ ഒന്ന് വീഡിയോ ചെയ്ത് നോക്കിയാലോ വിചാരിച്ചു. അപ്പൊ വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരണേ. അങ്ങനെ ഞാൻ ആലിബിനെയും കൂട്ടി. അതിനകത്തൊരു വേർഡ് ഉണ്ടായിരുന്നു, ഞായറാഴ്ച. ഞായറാഴ്ച എന്നൊന്ന് പറഞ്ഞേ. ഞായറാഴ്ച ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് വീഡിയോക്കകത്തെല്ലാം. ഞായറാഴ്ച അതില്ലേ, നമ്മള് വീഡിയോ സ്പീഡിലല്ല പറയാ. ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ ഒറ്റ ടേക്കിൽ ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ പോലെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരു 5-6 ടേക്കിൽ തന്നെ ഒരു വോയിസ് ഒക്കെ എടുക്കല്. കാരണം അത്രയും സ്പീഡിൽ പറയണല്ലോ, കുറച്ച് ലിമിറ്റഡ് ടൈമല്ല നമുക്ക് വ്ളോഗ് റീലിൽ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ സ്പീഡ് പറയുമ്പോ ചിലതൊക്കെ തെറ്റിപ്പോവും. ഇപ്പം കുത്തക് മിനാർ അത് വന്നുപടാ, അത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെ പറഞ്ഞു വരുമ്പോ തന്നെ അടുത്തുള്ള ആരെങ്കിലും കേട്ട് മാറ്റി പറഞ്ഞെടുത്ത് അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ലാങ് കയറി പിടിച്ചിട്ട് ഒരു കമന്റ് സെക്ഷൻ ആണെങ്കിലും ഏത് കമന്റ് ഇട്ടാലും ആലിബിനെതിരെ ആ ഒരു കമന്റ്, അത് നിങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ഒരു കുറെ കമന്റ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കമന്റ് പിന്നെ റിപ്പീറ്റഡ്ലി ഇടുന്നവരോട് എന്താണ് ബോറടിക്കുന്ന കമന്റ് കണ്ടിട്ട്? ബിക്കോസ് ഓക്കെ, ചില ആൾക്കാര് കമന്റ് ഒരു ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം 5ാമത്തെ ദിവസവും 6ാമത്തെ ദിവസം ഇങ്ങനെ ഇടുമ്പോ ആൾക്കാർ തന്നെ പറയും ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി, പുതിയ സാധനം ഇറക്കുന്നു പറഞ്ഞിട്ട്. ബിക്കോസ് ആലിവിന്റെ ആ ഒരു സംഭവത്തിനെ പറ്റിയാണ് എല്ലാരും പറയുന്നത്. രസമാണ് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും ഫണ്ണായിട്ട് പറയുന്നവരും ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. എനിക്കിപ്പോ നിങ്ങളെ രണ്ടുപേരും കണ്ട സമയത്തല്ലേ നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞങ്ങളുടെ ബലൂൺസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ശരിക്കും, നമുക്കതൊരു റൗണ്ടിൽ തന്നെ പോയാലോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇവിടെ സൈഡിൽ 2 ബലൂൺ ഉണ്ടല്ലോ, ഹാർട്ട് ഷേപ്പ് അല്ലാത്ത സൈഡിൽ കുറച്ച് ബലൂണുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ബലൂണിൽ ഞാൻ ക്വസ്റ്റ്യൻ പറയും. അപ്പൊ അതിന്റെ ഉത്തരം റെനെ ആണെങ്കിൽ റെന ബലൂൺ പൊട്ടിക്കണം, ആലിബ് ആണെങ്കിൽ ആലിബ് ബലൂൺ പൊട്ടിക്കണം. ചോദ്യത്തിന്റെ ഉത്തരം ആരായിരിക്കും? റെനെ ആണെങ്കിൽ റെനെ പൊട്ടിക്കണം, അതുപോലെ തന്നെ ആലിബ് ആണെങ്കിൽ ആലിബ്. നമുക്ക് തുടങ്ങിയാലോ? ഇതിനകത്ത് ആരാണ് ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത് ഫസ്റ്റ്? ഇത് പൊട്ടിയ പോലെ പാട് പെട്ടിട്ടൊക്കെ ആണോ, അതോ എന്തെങ്കിലും ഐ ലവ് യു എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ ബുദ്ധിമുട്ടിയോ? ഇഷ്ടംപോലെ വെള്ളം കുടിച്ചതല്ല. ഞാൻ ഇങ്ങനെ നേരത്തെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇവൻ എന്റെ ഫ്രണ്ടാണ്. ആദ്യം നമ്മൾ ആ ഒരു ഇരിക്കാൻ, പിന്നെ എനിക്കിത് പറയണമെന്നുണ്ട്. ലൈക്ക് എപ്പോഴും ഫ്രണ്ട്സ് ആയി നിന്നിട്ട് കാര്യമില്ലല്ലോ, മറ്റേ ബെസ്റ്റ് ആയി പോവല്ലോ. അപ്പൊ ലൈക്ക് എനിക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കണം എന്നുണ്ടായിരുന്നു റിലേഷന്, ലൈക്ക് ഒരു സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ആലിബേ എനിക്കൊരു കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ലൈക്ക് എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങി. പക്ഷെ ഇവൻ അപ്പോഴും ഷോപ്പിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ 1, 2, 3 മണിക്കൂറൊക്കെ എടുത്തിട്ട് ടൈം എടുത്ത് രാവിലെ പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയിണ്ടെന്നാലും പറഞ്ഞു തീരാൻ വേണ്ടിട്ട്. എന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ മുഖം മുത്തിക്കാൻ. അപ്പൊ എന്തായിരുന്നു റിയാക്ഷൻ? എന്തായിരുന്നു? അപ്പൊ അല്ല, രാവിലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പറയുന്നൊരു സാധനം. അങ്ങനെ
മുന്നേ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിപ്ലൈ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അല്ല അങ്ങനല്ല, ഈ രാവിലെ നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ റിപ്ലൈ എസ് എന്നൊക്കെ മനസ്സില്. അല്ല യെസ് എന്നല്ല, ഈ സെയിം സാധനം ഞാൻ അങ്ങോട്ട് പറഞ്ഞാലും എങ്ങനെ ഉണ്ടാവും ആ രീതിക്ക് ആദ്യം കത്തിയില്ല, പിന്നെ പറഞ്ഞ് കണച്ചാണ് പോയിണ്ട്, അങ്ങനെ പറഞ്ഞപ്പോ കാര്യം കത്തി. ഇപ്പൊ ട്രിപ്പൊക്കെ പോവാറുണ്ടല്ലോ, അപ്പം ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റെഡിയായി വരുന്ന ആരായിരിക്കും? യെസ്, ഒത്തിരി നേരം എടുക്കാറുണ്ടോ? അപ്പൊ ഭയങ്കര ലൈക്ക് ഒരു സ്ലോ മോർണിംഗ് കീപ്പ് ചെയ്യുന്ന ഒരാളാ. ഇപ്പൊ ഉറങ്ങി എണീച്ചാല് മെല്ലെ ഒന്ന് മാറ്റി മെല്ലെ ഫുഡ് കഴിച്ച് മെല്ലെ ഇറങ്ങി അങ്ങനെ എനിക്ക് ഒരു മണിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 10 മണിക്ക് പറയണം, 10 മണിക്ക് വീട്ടിലെത്തണം, എന്നാ ഒരു മണിക്ക് പ്രതീക്ഷിക്കാം. ട്രെയിനൊക്കെ അല്ലേ പോകുന്നത്, അപ്പൊ ട്രെയിനൊക്കെ ഒരു സമയമുണ്ട്, നിങ്ങളിപ്പോ അവിടെ എത്തണ്ടേ? അതൊക്കെ നമ്മള് അത് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ദേഷ്യം കൂടുതൽ ആർക്കായിരിക്കും? പൊട്ടിച്ചോ പൊട്ടിക്കട അങ്ങനല്ല, അവര് സമ്മതിക്കണില്ല. ആർക്കാ? അനക്ക് പൊട്ടിക്ക് അനക്ക പൊട്ടിക്കാനൊക്കെ യെസ് പൊട്ടിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അനക്ക ദേഷ്യം എന്ന് പറയാൻ കാരണം? അങ്ങനെ വെച്ചാല് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഉറപ്പിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒരു സംഭവം ഒന്നാമത് എനിക്ക് ദേഷ്യം വരെ എപ്പോഴും ഉറക്കം വരുമ്പം ഫുഡ് കഴിക്കാനാല് വിശന്നാല് ആ ഒരു സമയത്തൊക്കെയാണ് എനിക്ക് കൂടുതൽ ദേഷ്യം വരാം. അപ്പം ഞാനാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ഉറക്കം തോന്നി, നമ്മള് കൂടുതലും ടെക്സ്റ്റ് ആക്കല് രാത്രിയാണ്, ലൈക്ക് രണ്ടാളും ഫ്രീ ആയ ഒരു ടൈമിന്. അങ്ങനെ രാത്രി ടെക്സ്റ്റ് ആക്കുമ്പോ ഓനാണ് ഉറക്കം തോന്നിക്കേ, അപ്പൊ ഞാൻ എന്തേലൊക്കെ പറയും, അങ്ങനെയാണ് എനിക്ക് എന്താ ഇങ്ങനെ ചെയ്തത്, അപ്പം നമുക്ക് ദേഷ്യം പിടിക്കും, ചിലക്കാതെ പോവും. അല്ല, ഉറക്കം വരുന്നതിനും ഫുഡ് കഴിക്കുന്നതിനും ഒക്കെ അല്ലേ ദേഷ്യപ്പെടുന്നത്. അടുത്തത്, നിങ്ങൾ കൂടുതൽ റൊമാൻറ്റിക് ആരായിരിക്കും? പൊട്ടിക്കാൻ ഞാനൊരു പിന്ന് തരാം. യെസ്, ആരാണ് ഇതിനകത്ത്? ഇപ്പം ട്രിപ്പൊക്കെ പോകുമല്ലോ, ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം കമ്മ്യൂണിക്കേഷൻ അതൊരു ഭയങ്കര ഒരു ഇതാണ്. കാരണം ഓരോ സ്ഥലങ്ങൾ ചോദിച്ചു പോകണം, അറിയത്തില്ലാത്ത ആൾക്കാർ. എനിക്കൊക്കെ ആണെങ്കിൽ പേടിയായി, ഇപ്പം എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കണമെങ്കിലൊക്കെ കൂടുതലും നമ്മൾ വിളിച്ചും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാൻ കമ്മ്യൂണിക്കേഷൻ ആരായിരിക്കും? ഓനെ CBSE പഠിച്ചത്, അപ്പൊ ഹിന്ദി CBSE കണാപ്പിയ CBSE ഈ പറഞ്ഞു നിൽക്കും എവിടെയായാലും ഏതെങ്കിലുമൊക്കെ ഭാഷ. ഹിന്ദി ആവണമെന്നൊന്നുമില്ല. അത് മണാലി പോകുമ്പോ മോഡിഫൈ ചെയ്തിട്ട് കുറച്ച് ഹിന്ദി സംസാരിക്കും, ഡൽഹിയിലാകുമ്പോ അവിടുത്തെ ഹിന്ദി ഓനായിട്ട് എങ്ങനെങ്കിലൊക്കെ സെറ്റ് ആക്കി തരും. ഇപ്പൊ തേന്മാവിൻ കൊമ്പത്തിന് അതേപോലെ ലേലു അല്ലു അതൊക്കെ പറയേണ്ട അവസ്ഥ വന്നെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് വഴി ചോദിക്കാൻ ചെന്നോരോ? ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, മൂപ്പർക്ക് ഹിന്ദി അറിയാം, ഹിന്ദിയിൽ സംസാരിച്ചാൽ കുഴപ്പമില്ല. ഇത് നമ്മളെ അടുത്ത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് അവസാനം മൂപ്പര് പറയുന്നത് ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ മനസ്സിലാവാത്ത ഒരു ഇതായിപ്പോയി, സർവൈവ് ചെയ്ത്. ഇപ്പം ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എന്താ റോങ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ആവുന്ന ആരായിരിക്കും? ഓന് മാക്സിമം സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഒളിക്ക് കുഴപ്പമില്ല. ഞാനാണ് പിന്നെ അയ്യ നോക്കിക്കോ ഞാൻ പോവാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ നടക്കും. അങ്ങനെയാണ്. ഇതിനകത്ത് ട്രാവൽ പ്ലാനർ ആരായിരിക്കും? ആ കാര്യത്തിലൊക്കെ ഞാനാ. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ സ്ഥലങ്ങള് ഇവിടെ പോയാൽ കൊള്ളാം, അങ്ങനെ എങ്ങനെ സ്ഥലങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്? റീൽസിൽ ഓരോ റിവ്യൂസ് ഒക്കെ നോക്കി മുന്നേ സേവ് ചെയ്ത് ഇങ്ങനെ ഷെയർ ഒക്കെ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഷെയർ ഒരു 1000 റീല് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിലൊക്കെ പോയാലായി. പക്ഷെ എന്നാലും പോവും. നിങ്ങൾ കൂടുതൽ ഇന്നസെന്റ് ആരാ, നിഷ്കു ആരാണ്? ഞാനാ. എല്ലാം ചാടി എടുക്കോ? ഞാനാ. ഒരുമിച്ച് ഓട്ടിക്കാം. രണ്ടുപേരും സിറ്റുവേഷൻ വരുമ്പം ഇപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോ ചിലപ്പോ അവനായിരിക്കും, അല്ലെങ്കിൽ ഞാനേക്കും, അങ്ങനെ. ഇതിനകത്ത് ആരായിരിക്കും കൂടുതൽ ഫുഡി? ഇപ്പൊ നിങ്ങളിപ്പോ ട്രിപ്പൊക്കെ പോയതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് കിട്ടിയ സ്ഥലം ഏതായിരിക്കും? ഡൽഹിയില്. കാരണം മണാലിയില് ആകെ മോമോസും മാഗിയും മാത്രമേ കിട്ടും ഫുഡ്. ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് എല്ലാവർക്കും ഉണ്ട്, അവിടെ ഫുഡ് കിട്ടൂല അങ്ങനൊന്നുമില്ല, കിട്ടും. പക്ഷെ നല്ല ഫുഡ് ആകെ മോമോസും മാഗിയും മാത്രമേ ഉണ്ടാവാം. ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ എൻജോയ് ചെയ്തു? ഏതായിരിക്കും ഇഷ്ടപ്പെട്ട? നല്ല വൃത്തിക്ക് എൻജോയ് ചെയ്തു, നല്ല പണിയും കിട്ടി, കൂടുതൽ എൻജോയ് ചെയ്തു. 2 ദിവസം ബാത്റൂമിലായിരുന്നു. അത് ഏത് ഫുഡാണ് ആ പണി തന്നത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ കണ്ട എല്ലാ ഫുഡും വാങ്ങും. എന്റെ ഗ്ലൗസ് ഒന്നും ഇടാതെ കൈ ഇങ്ങനെ പാനിപൂരിയിലെ വെള്ളത്തിലൊക്കെ പാനിപൂരിയാണ് പണി തന്നത്. അതോടെ പാനിപൂരി കഴിക്കല് നിർത്തി. കാരണം
മറ്റ് ഈ മണ്ണൊക്കെ കടിക്ക പാനിപൂരി കഴിക്കുമ്പോ ഓ ഇവിടം വരെയൊക്കെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ പഠിക്കുവാണെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 19 ആവാൻ അല്ല അങ്ക് അല്ല 20. 20 ആവാനായി. റെനക്ക് കറക്റ്റ് ആയിട്ട് അറിയാന്നൊക്കെ. അല്ല എനിക്ക് ഓഗസ്റ്റില് 20 ആവും, എനിക്ക് ജൂലൈയില് 19 ആവും. 19 ആവും. അപ്പൊ ഈ ട്രിപ്പ് ഒക്കെ പോകാൻ വേണ്ടിട്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഓഫ് കോഴ്സ് ഉണ്ടെന്നറിയാം, കാരണം ആ ഒരു സപ്പോർട്ടിലാണ് നിങ്ങളിങ്ങനെ പോകുന്നതെന്നും വീഡിയോസിലൂടെ നമ്മൾ കേട്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അവര് സപ്പോർട്ട്? ലൈക്ക് നല്ല കാര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ലൈക്ക് നമ്മളങ്ങനെ ട്രിപ്പ് പോകുന്നത് ഒരു നല്ല കാര്യല്ലേ, ലൈക്ക് നാട് ചുറ്റാ, പുതിയ ആൾക്കാരെ കാണാൻ, പുതിയ കൾച്ചർ പഠിക്കുക, അതൊക്കെ ഒരു നല്ല കാര്യല്ലേ. ആൻഡ് ഓൾസോ കൊളാബായിട്ടാണ് പോകുന്നത്. അപ്പം ലൈക്ക് ഒറ്റക്കായിരിക്കില്ല, അവിടുത്തെ അവരുടെ സൈഡിൽ നിന്നും മണാലിയിലൊക്കെ വരുമ്പം അവിടെ ടീംസും ഉണ്ടാവും. അപ്പം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വിട്ട്. പിന്നെ ആകെയുള്ളൊരു പേടി, ഈ ചെറുതാണ്, നല്ലോണം നോക്കണോ, അങ്ങനെ ആലിബിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് റെനയുടെ? ഇപ്പൊ കറന്റ്ലി ഇമ്മി അനിയനും അനിയത്തിയും ഇപ്പൊ ദുബായിലാണ്. ആലിബിന്റെയോ? കാക്ക, അനിയത്തി, ഉമ്മ, ഉപ്പ ഒക്കെ വീട്ടിലുണ്ട്. എല്ലാരും കൂടെ ആയിട്ടൊക്കെ ട്രിപ്പ് പോവാൻ വേണ്ടി അവരൊക്കെ പറയോ ഞങ്ങളെയും കൂടെ കൊണ്ടുപോലെ? ഫാമിലി കൂടുതലും എന്റെ ഫാമിലിയിലാണ് മറ്റേ ട്രിപ്പ് മൂടുള്ളത്. അപ്പൊ അങ്ങനെ പോലുണ്ട്. ഇതിലാരാ കൂടുതൽ പൊസസീവ് ആരായിരിക്കും? അങ്ങനല്ലേ, രണ്ടാളും പോസിറ്റീവ് തന്നെയാണ്. ഇപ്പൊ ഒരു റിലേഷൻ ആയാലും പോസിറ്റീവ്നെസ് ഒക്കെ എന്തായാലും ഉണ്ടാവില്ല. അതില്ലെങ്കിൽ പിന്നെ ലൈക്ക് ഐ ഡോണ്ട് കെയർ, ആ ഒരു മൈൻഡിലായിരിക്കും എല്ലാവരും നിൽക്കുക. അങ്ങനെ ഒന്നല്ല, പോസിറ്റീവ് ഉണ്ടാവും, സ്നേഹം ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും. ഞാനുള്ള മുഖത്ത് നോക്കി പറയും, എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല, പറയാനുള്ളത് രണ്ടാളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ വളട്ട് പിന്നെ അത് കൊറേ കഴിഞ്ഞാല് ഭക്ഷണം വലിയ പ്രശ്നമായില്ല, നല്ലത് വേരോടെ നുള്ളെടുക്കുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ട്രിപ്പിലാണെങ്കിൽ ഫസ്റ്റ് വൈറലായ വീഡിയോയില് ടീഷർട്ട് ഇട്ടിട്ടാണ് പോയത്, അതായത് ജേഴ്സി ഇട്ടിട്ട്. അപ്പം പിന്നീട് നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടു, അതെന്താണ് അങ്ങനെ ഒരു? എനിക്ക് കൊളാവിട്ട് ജേഴ്സി ഇട്ടു. അപ്പൊ എനിക്ക് ആ ജേഴ്സി ഇട്ടിട്ട് വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണ് സമയമില്ല, ലൈക്ക് ട്രെയിന് വരാനായി. അത് ഇട്ട ടീഷർട്ടിന്റെ മേലെ അതിട്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തു. ട്രെയിൻ വന്ന് അങ്ങനെ കയറി ഇരുന്നത് സമയമില്ലല്ലോ. പിന്നെ കാരണം നമ്മള് നാട്ടിൽ നിന്നും പിന്നെ 2 ദിവസം ട്രെയിനില്ല. അപ്പം ഈ ഷൂട്ടും കാര്യമൊന്നും നടക്കൂല. ഓരോരുത്തൊരു സമയം പറഞ്ഞിട്ടുണ്ട്, സമയത്തിന് ഫോട്ടോയും കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഡ്രസ് ഇട്ടിട്ട് വേഗം അതില് ഫോട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ആ ഇതിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടത്, പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു 2 മാസം മുന്നേ പ്ലാൻ ചെയ്യും, എന്നിട്ട് 2-3 ദിവസം മുന്നേ പാക്കിങ് തുടങ്ങും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞത് പെട്ടെന്ന് ഒരാഴ്ച മുന്നേ തീരുമാനിക്കുന്നു, അന്നേരം സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നു. ഈ ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കും? എനിക്ക് കാര്യമായിട്ട് ഡ്രസ്സ്, പിന്നെ ഓർണമെന്റ്സ്, ഇങ്ങനത്തെ ജ്വല്ലറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ്, കൊറേ മറ്റേ സ്വെറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് മണാലി പോയിട്ടുണ്ടായിരുന്നു. മണാലി പോവാന്ന് പറഞ്ഞപ്പം ഈ കട്ടി കൂടിയ ഡ്രസ്സുകള് പിന്നെ ഒരു 10-20 സോക്സ് എടുത്തിന്. കാരണം അവിടെ എത്ര സോക്സ് ഇടുന്നു അത്രയും നല്ലതാ, അത്രയും തണുപ്പാ, കാലം മരവിച്ചോ. ഇപ്പൊ നിങ്ങള് കൊറേ മണാലി പറഞ്ഞല്ലോ, ഇപ്പം മണാലി കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചു വന്ന ഫ്ലൈറ്റിലാണ്. അത് ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നോ, ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നോ? അല്ല, ഞാൻ 8ാം ക്ലാസ്സിൽ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് ബാംഗ്ലൂർക്ക് ഇപ്പന്റെ കൂടെ. അപ്പൊ എനിക്ക് ലൈക്ക് ആഗ്രഹം കൊണ്ട് കയറിയതാണ്. മറ്റേത് 2 ദിവസം ട്രെയിനിലിരുന്ന് പോകുന്നത് ഉമ്മ പറഞ്ഞ് എനിക്ക് പറ്റില്ല. കാരണം ഫസ്റ്റ് ഡേ എന്തോ ഒരു പോലെയായിരുന്നു. ഫസ്റ്റ് ആദ്യമായിട്ട് കുറെ ദിവസം ട്രെയിനിലിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് ഫ്ലൈറ്റ് ആക്കാം, അങ്ങനൊക്കെ. എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടായോ ഫ്ലൈറ്റില് ഇത്തവണ വന്നപ്പോ? മുന്നത്തെ സീറ്റിൽ ഒരു ചെറിയ ലൈക്ക് ആ ഒരു സീനാ ഫസ്റ്റ് മൈൻഡിൽ വന്നത്. അപ്പൊ നല്ല രസമായിരുന്നു. കൊറേ ടൈം അങ്ങനെ ആ ചെക്കിനോട് ഓരോന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 2 മണിക്കൂർ ഉറങ്ങി. ഈ യാത്രകളൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് പേരെ കാണലുണ്ടല്ലോ. ഇപ്പം ട്രെയിനിൽ പോകുമ്പോഴാണെങ്കിലും ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പം ഇവരോടൊക്കെ നിങ്ങൾ സംസാരിക്കോ, അതോ നിങ്ങളോട് വന്ന് സംസാരിക്കോ, ഐഡന്റിഫൈ ചെയ്യാറുണ്ടോ? ചില ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. മണാലി വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ മണാലിയിൽ കുറെ മലയാളീസ്, കുറെ മീൻസ് കുറെ ആൾക്കാരൊന്നല്ല, ഒരു 5-6 ആൾക്കാരൊക്കെ വന്നിട്ട് അടുത്ത് വന്നിട്ട് സംസാരിച്ച്. ഡൽഹിയിലാണെങ്കിലും കുറെ മലയാളീസ് വന്ന് സംസാരിച്ച്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി. കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്താ പറയുന്നത്? നിങ്ങളിങ്ങനെ ട്രിപ്പൊക്കെ പോയി ക്ലാസ്സിലൊക്കെ കയറാറുണ്ടോ, അല്ലെങ്കിൽ പോവാറുണ്ടോ? എങ്ങനെ നടന്ന ചെക്കന ഇപ്പൊ കണ്ടില്ല എന്നുള്ള ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. മീൻസ് ഞാനിപ്പോ ഈ വ്ളോഗ് മീൻസ് കുറച്ച് ഫോളോവേഴ്സ് കൂടിയാലും ഞാൻ സ്കൂളിൽ പോലും കോളേജിൽ പോലും കുറവാ. ഇതരായിട്ടും ആ ഒരു റിയാക്ഷൻ ഞാൻ ഇതരായിട്ടും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി പോയി നോക്കണം എന്താ റിയാക്ഷൻ. അടുത്ത പ്രാവശ്യം കൂടെ കൂട്ടുകയും ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്.
ഇങ്ങനെ പോകുമ്പോ കൊണ്ടുവരുമെന്ന്. നിങ്ങളുടെ ഇപ്പം ലവ് തുടങ്ങിയിട്ട് എത്ര നാളായി കാണും? 2 year 2 വർഷമായി. അപ്പം അന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ എടുത്തെന്ന് പറഞ്ഞു പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ലൈവായിട്ടൊന്ന് ആലിബ് റെനേനെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രപ്പോസ് ചെയ്യുന്നത്? തിരിച്ച് ആലിബ് റെനേനെ. വികാരമില്ലാത്ത പോലാക്കെ തന്നെ അയ്യോ അങ്ങനൊന്നും വിളിക്കല്ലേ, അങ്ങനൊന്നും വിളിക്കല്ലേ. ഐ ലവ് യു അങ്ങനെ പോരാ. ഇത് മറ്റേ ലാലേട്ടൻ ഐ ലവ് യു അങ്ങനൊന്നും പോരാ, പ്രപ്പോസ് ചെയ്യേ. ഐ ലവ് യു. താങ്ക് യു. താങ്ക് യു അല്ല പറയണ്ടേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട പ്രപ്പോസൽ? ഇഷ്ടപ്പെട്ടു. ഇത് എപ്പോഴൊക്കെ ചെയ്യാ, പിന്നെ ഒന്ന് എന്റെ അടുത്തുനിന്നൊന്നും പ്രതീക്ഷിക്കണം. ഇപ്പൊ ക്യാമറ ഒക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്തതൊക്കെ അല്ലേ. അപ്പൊ ക്യാമറന്റെ മുന്നില് എനിക്കൊരു കുറവാ. എന്താണെങ്കിലും പ്രപ്പോസൽ ഇങ്ങനെ ആക്കിയില്ല. അപ്പൊ നമുക്കൊരു റൊമാൻറ്റിക് ഒരു റൗണ്ടിലേക്കാണ് ഞാൻ കൊണ്ടുവന്നത്. ഒരു വിസ്പർ ചലഞ്ച് ആണ്.